Gradients and tangents to level curves. First level curve എന്താണെന്ന് നോക്കാം. If a differentiable function f of xy has a constant value c along a smooth curve r equal to g of t I plus h of t j, then the curve r of t is a level curve of f. ഒരു ഫംഗ്ഷന് ഒരു കർവിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെങ്കിൽ ദാറ്റ് കർവ് ഈസ് എ ലെവൽ കർവ് ഓഫ് എഫ്. ആ കർവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലെവൽ കർവാണ്. വൺ എക്സാമ്പിൾ, consider the function f of xy equal to x square by 4 plus y square. Now consider the equation x square by 4 plus y square equal to 2. 2-dimensional അതൊരു എലിപ്സ് ആണ്. നോക്കുക, ഫസ്റ്റ് എഫ് ഓഫ് എക്സ് വൈയെ സെക്കൻഡ് ഇക്വേഷൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു എലിപ്സിലാണ്. അപ്പോൾ ഈ എലിപ്സിൽ ഈ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്, 2 ആണ്. സോ ആ എലിപ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ എലിപ്സിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, ഈ എലിപ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈയുടെ ഒരു ലെവൽ സർഫസ് ആണ്. ഓക്കെ, സോ ഇതിൽ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന എലിപ്സ് എഫ് ഓഫ് എക്സ് വൈ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഒരു ലെവൽ സർഫസ് ആണ്. നെക്സ്റ്റ്, at every point x0 y0 in the domain of a differentiable function f of xy, the gradient of f is normal to the level curve to x0 y0. ഒരു പോയിന്റ് എഫ് ഓഫ് എക്സ് വൈയുടെ ഡൊമൈനിൻ്റെ ഒരു പോയിന്റ് ആണ് x0 y0. ഇപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഈ x0 y0 എന്ന പോയിന്റിലെ ലെവൽ കർവിന് നോർമലായിരിക്കും. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലുള്ള ലെവൽ കർവിന് നോർമൽ ആയിരിക്കും ആ പോയിന്റിലെ ഗ്രേഡിയൻറ്റ്. ഡെൽ ഓഫ് അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് നോർമൽ ടു ദാറ്റ് ലെവൽ കർവ്. അതിന് പ്രൂഫാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ സി അലോങ് എ സ്മൂത്ത് കർവ് ആർ ഈക്വൽ ടു ജി ഓഫ് ടി ഐ പ്ലസ് എച്ച് ഓഫ് ടി ജെ. അതായത് ആർ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈയുടെ ഒരു ലെവൽ കർവാണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ആറിൽ ഈ സ്മൂത്ത് കർവിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതായത് എഫ് ഓഫ് എക്സിന് ഈ കർവിലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ കർവിൽ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ജി ഓഫ് ടി. അപ്പോൾ ജി ഓഫ് ടി പ്ലസ് വൈ വാല്യൂ എന്ന് പറയുന്നത് എച്ച് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ഇതിനെ രണ്ട് സൈഡിലും. ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി. ദെൻ ലെഫ്റ്റ് സൈഡ് ചെയിൻ റൂൾ യൂസ് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് ടി. അപ്പോൾ ഡി ജി ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി. വൈ എന്ന് പറയുന്നത് ഡി എച്ച് ആണ്, എച്ച് ആണ് ഇവിടെ. ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0. സോ അഗെയിൻ ദിസ് വൺ ഈസ് സെയിം ആസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ഡോട്ട് ഡി ജി ബൈ ഡി ടി ഐ പ്ലസ് ഡി എച്ച് ബൈ ഡി ടി ജെ. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ സെയിം തന്നെയായിരിക്കും കിട്ടുക. സോ ദിസ് വൺ ഈസ് ഡെൽ എഫ്. Del f, this one is dr by dt. So del f dot dr by dt 0. അപ്പോൾ dr by dt എന്ന് പറയുന്നത് r എന്ന കർവിന് ടാൻജൻ്റ് ആയിട്ടുള്ള വെക്ടറാണ്. അപ്പോൾ del fഉം dr by dt അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അത് നോർമൽ ഓർത്തോഗണലാണ്. സോ del f is normal to dr by dt. That is del f is normal to the curve. ഒരു ലെവൽ കർവിന് ഒരു പോയിന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡൊമൈനിൽ ഒരു പോയിന്റ് x0 y0 അതിൻ്റെ ലെവൽ കർവ് വരച്ചാൽ ലെവൽ കർവിന് നോർമൽ ആയിരിക്കും ഡെൽ എഫ്. ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു ദ ലെവൽ കർവ്. നെക്സ്റ്റ്, ഇക്വേഷൻസ് ഫോർ ടാൻജൻറ്റ് ലൈൻ ടു ലെവൽ കർവ്സ്. ലെവൽ കർവ്സിൻ്റെ ടാൻജൻറ്റ് ലൈൻ വരയ്ക്കാം. ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇൻ എ ലെവൽ കർവ് ടാൻജൻറ്റ് ലൈൻസ് ആർ നോർമൽ ടു ദ ഗ്രേഡിയൻറ്റ്. ലെവൽ കർവിൽ നമുക്ക് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നോർമൽ ടു the tangent vector. So tangent line is normal to the gradient. അപ്പോൾ ഒരു പോയിന്റിൽ ഒരു കർവ് കൺസിഡർ ചെയ്താൽ ആ കർവിന് ആർ ഓഫ് ടി എന്ന കർവ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് അതിന് ടാൻജൻ്റ് ആയിട്ടുള്ള വെക്ടർ. ഈ പോയിന്റിൽ ടാൻജൻ്റ് വെക്ടറാണ്. ആ പോയിന്റിൽ ഡി ആർ ബൈ ഡി ടി. അഗെയിൻ അതിൻ്റെ ഡെൽ എഫ് എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ഡയമെൻഷൻ ചെയ്യുക നോർമൽ ആയിട്ടുള്ള വെക്ടറാണ് ഡെൽ എഫ്. So del fന് this one is del f. Del fന് ഇപ്പോൾ ടാൻജൻറ്റ് ലൈൻ കൺസിഡർ ചെയ്താൽ that is tangent line is this one. This tangent line is
perpendicular to del f. Okay, so level curve tangent lines are normal to the gradient normal ആയിരിക്കും tangent line. Then the line through the point P naught, x naught, y naught, normal to a vector n equal to a plus bj. ഈ ഒരു വെക്ടറിന് നോർമൽ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0. സോ n ഈസ് എ ഗ്രേഡിയൻറ്റ്. ഇവിടെ നമുക്ക് നോർമൽ ആയിട്ടുള്ള വെക്ടർ ഡെൽ എഫ് ആണ്. സോ ഡെൽ എഫ് എന്ന് പറയുന്നത് എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഐ പ്ലസ് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ജെ. ദെൻ നമുക്ക് ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ത് വരും? എഫ് എക്സ് at x naught y naught into x minus x naught plus fy at x naught y naught into y minus y naught equal to 0 in tangent line equation. One problem, find an equation for the tangent to the ellipse x square by 4 plus y square equal to 2 at the point ordered pair minus 2 1. ഇവിടെ എലിപ്സ് ഇതിൻ്റെ ടാൻജന്റ് ലൈൻ ആണ് നമുക്ക് കാണേണ്ടത്. അറ്റ് ദിസ് പോയിന്റ് നമുക്കിവിടെ x square by 4 plus y square equal to 2 എന്ന് പറയുന്നത് is the level surface of the function f of xy equal to x square by 4 plus y square. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഒരു ലെവൽ സർഫസ്, അതായത് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ഒരു കോൺസ്റ്റൻറ്റ് വരുന്ന ഒരു കർവാണ് ദിസ് എലിപ്സ്. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ടാൻജന്റ് ലൈൻ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. നമുക്ക് ഡെൽ എഫ് കാണണം ആദ്യം. ദ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് മൈനസ് 2 1, ഡെൽ എഫ് അറ്റ് മൈനസ് 2 1 കാണണം. ഡെൽ എഫ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2x by 4, ദാറ്റ് ഈസ് എക്സ് ബൈ 2 ഐ പ്ലസ് 2y j, that is equal to minus I plus 2j. Then tangent line എന്ന് പറയുന്നത് എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0. എഫ് എക്സ് അറ്റ് എക്സ് മൈനസ് 2 1 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഐ പ്ലസ് 2j. എക്സിന് മൈനസ് 2 കൊടുത്തു, വൈക്ക് 1 കൊടുത്തു. സോ എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് മൈനസ് 1. ദെൻ എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് 2. സോ മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് minus 2 plus 2 into y minus 1 equal to 0. Simplify x minus 2y equal to minus 4. Okay. Then two problems. Write an equation for tangent line. X square plus y square equal to 4 at the point P naught root 2. Then next problem xy equal to minus 4, point P naught equal to 2 minus 2.